ശാസ്ത്രബോധം സൃഷ്ടിക്കാത്ത പഠനം അപകടങ്ങളും അബദ്ധങ്ങളും ക്ഷണിച്ചു വരുത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ സമാപന സമ്മേളനം ആലപ്പുഴ സെന്റ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശാസ്ത്രവും മറ്റു വിഷയങ്ങളും പഠിച്ചോ എന്നതിൽ മാത്രമാവരുത് നമ്മുടെ ശ്രദ്ധയെന്നും, മറിച്ച് ആ പഠനവും അറിവ് നിർമ്മാണവും കുട്ടികളിൽ ശാസ്ത്രബോധം ജനിപ്പിക്കുന്നുണ്ടോ എന്നുകൂടി നോക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ക്ലാസ്സിലിരുന്ന് പാഠങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം കുട്ടികളിൽ ശാസ്ത്രബോധം പകർന്നു കിട്ടണമെന്നില്ല. ശാസ്ത്രമേളകൾ ഓരോ വിദ്യാർത്ഥിയുടെയും ശാസ്ത്ര താൽപ്പര്യം വളർത്താനും അവരെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലേക്ക് പരിചയപ്പെടുത്താനും സഹായിക്കുന്നവയാണെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ കേരളം ശാസ്ത്ര മേഖലയിൽ വലിയ തരത്തിൽ മുന്നേറുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ന് കേരളം ലോകോത്തരമായ കണ്ടുപിടുത്തങ്ങളെല്ലാം കേരളത്തിലെ ആവാഹിച്ച് കേരളത്തിലെ സമൂഹത്തിന് ആകെ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വലിയ പരിശ്രമത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുകയാണ്. ശാസ്ത്രബോധമില്ലാത്ത ഒരു തലമുറ, അല്ലെങ്കിൽ ശാസ്ത്രബോധവുമായി ബന്ധപ്പെട്ട പഠനങ്ങളില്ലാത്ത ഒരു തലമുറ ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ശാസ്ത്രം പഠിച്ചോ ഇല്ലേ എന്നത് മാത്രമല്ല, ഓരോ ശാസ്ത്ര പഠനവും പുതിയ പുതിയ അറിവുകൾ നമുക്ക് നൽകുന്നു എന്നതാണ് വസ്തുത. ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളിൽ മാത്രം ഊന്നി നിന്നാൽ അവർക്ക് ശാസ്ത്രബോധം പകർന്നു കിട്ടണമെന്നില്ല. കുട്ടികൾക്ക് പ്രസംഗങ്ങൾ കൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ പ്രഭാഷണം കൊണ്ടോ ശാസ്ത്രബോധം ഉണ്ടാകണമെന്നില്ല. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും സാമാന്യ ജനങ്ങൾക്കും ഒക്കെ ശാസ്ത്രത്തിന്റെ രീതികൾ പിന്തുടരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സൗകര്യവും അവസരവും ഒരുക്കി കൊടുക്കണം. മികച്ച സംഘാടനം കൊണ്ട് ആലപ്പുഴയിലെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പരിപാടിയായി ശാസ്ത്രോത്സവം മാറിയെന്നും ശാസ്ത്രമേളകളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മേളയാണ് ആലപ്പുഴയിൽ നടന്നതെന്നും മന്ത്രി പറഞ്ഞു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രചിന്തയെയും യുക്തിചിന്തയെയും അകറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിന് ഒരിഞ്ച് പോലും മുന്നോട്ട് നീങ്ങാനാകില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശാസ്ത്രചിന്തയെയും യുക്തിചിന്തയെയും അകറ്റി നിർത്തിയിട്ട് സമൂഹത്തിന് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ഇവിടെയാണ് കുരുന്നുകൾ അവരുടെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്ന ശാസ്ത്രചിന്തകളെ അവർ നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ആ അവതരിപ്പിക്കുന്നതെല്ലാം അത്ഭുതം വിരിയിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ 4 ദിവസക്കാലമായി ഈ ആലപ്പുഴയിൽ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയ കുഞ്ഞുങ്ങൾ അത്ഭുതം വിരിയിക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ശാസ്ത്രോത്സവ അവലോകനവും വിജയികളെ പ്രഖ്യാപിക്കലും ശാസ്ത്രമേള ജനറൽ കൺവീനറും പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടറുമായ CA സന്തോഷ് നിർവഹിച്ചു. ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്കായി ഇത്തവണ ആദ്യമായി ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫി മന്ത്രി സജി ചെറിയാൻ വിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി അഡീഷണൽ ഡയറക്ടർ CA സന്തോഷിന് കൈമാറി. കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ജില്ലകളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യ 3 സ്ഥാനക്കാർക്ക് മന്ത്രി സജി ചെറിയാൻ ട്രോഫികൾ സമ്മാനിച്ചു. 1450 പോയിന്റോടെ മലപ്പുറം ജില്ല ചാമ്പ്യന്മാരായി. 1412 പോയിന്റുമായി കണ്ണൂർ ജില്ല 2ാം സ്ഥാനവും 1353 പോയിന്റുമായി കോഴിക്കോട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സ്കൂൾ തലത്തിൽ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ദുർഗ HSS 140 പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി. വയനാട് ദ്വാരക സേക്രഡ് ഹാർട്ട് HSS 131 പോയിന്റുമായി 2ാം സ്ഥാനവും 126 പോയിന്റുമായി ഇടുക്കി കൂമ്പൻപാറ FMGHSS 3ാം സ്ഥാനവും സ്വന്തമാക്കി. വൊക്കേഷണൽ എക്സ്പോയിൽ മേഖലാതലത്തിൽ നടന്ന മത്സരത്തിൽ 67 പോയിന്റോടെ തൃശൂർ മേഖല ഓവറോൾ ചാമ്പ്യന്മാരായി. 66 പോയിന്റ് നേടി കൊല്ലം 2ാം സ്ഥാനവും 60 പോയിന്റ് നേടി എറണാകുളം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. MLA-മാരായ PP ചിത്തരഞ്ജൻ, H സലാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, മറ്റു ജനപ്രതിനിധികൾ, അധ്യാപകർ, വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. നൈപുണ്യ വികസന പരിശീലനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കണമെന്നും വികേന്ദ്രീയ രീതിയിൽ പരിശീലനം ലഭ്യമാക്കണമെന്നും മന്ത്രി VN വാസവൻ. 8 മുതൽ 10 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് നൽകി ഇഷ്ടമുള്ള തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാനുള്ള ദിശാബോധം നൽകണമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം ജില്ലാ ഭരണകൂടവും ജില്ലാ നൈപുണ്യ സമിതിയും സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഉച്ചകോടി തെള്ളകം എക്സ്കാലിബർ ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പല മേഖലയിലും വിദഗ്ധരായ തൊഴിലാളികളുടെ ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. വിദഗ്ധ പരിശീലനവും നൈപുണ്യ വികസന പരിശീലനവും ഗുണമേന്മയോടെ നൽകണമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് പരിമിതമായ സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കിയെടുക്കാം, അത് പുതിയ
രംഗത്തെ കാഴ്ചപ്പാടുകൾ എങ്ങനെ യൗവനങ്ങളിലേക്ക് കൊണ്ടുവരാം, അതിന് കൃത്യമായുള്ള വികേന്ദ്രീകൃതമായ പരിശീലനവും അതുപോലെ തന്നെ അവരുടെ അറിവും വളർത്തിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നാം ഏറ്റെടുത്ത് മുന്നോട്ട് വരേണ്ടത്. അതിന് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഗവൺമെൻറ് മാത്രമല്ല സ്വകാര്യ മേഖലയിലെ സംരംഭകർ, എത്രയോ വൈദഗ്ധ്യമുള്ള പരിശീലകരുണ്ട് അവരുടെ കൂടെ. ചില നല്ല സ്വകാര്യ സംരംഭകരെ വിളിച്ചാൽ ഒരുപക്ഷെ സാങ്കേതികമായി ഈ വിഷയം പഠിപ്പിക്കാൻ വരുന്ന ഉന്നതരായ ട്രെയിനേഴ്സിനെ കവർ ചെയ്യുന്ന രൂപത്തിൽ അനുഭവ സമ്പത്തും അവർ പങ്കുവച്ചുകൊണ്ട് ആ സ്വകാര്യ സംരംഭകരെയും കാര്യങ്ങൾ വിശദീകരിക്കാൻ മുന്നോട്ട് വരുന്നവരെ അവരുടെ അനുഭവ സമ്പത്താണ് പുതിയ തലമുറയ്ക്ക് മുതൽക്കൂട്ടായി. അപ്പോൾ നമ്മുടെ ഉന്നതന്മാരായ പരിശീലകന്മാരുടെ ആശയവും അതോടൊപ്പം സ്വകാര്യ സംരംഭകർ ഉൾപ്പെടെയുള്ളവരുടെ അനുഭവ സമ്പത്തും സമന്വയിപ്പിച്ചാൽ ആ നൈപുണ്യം അർത്ഥപൂർണമാകുന്ന രൂപത്തിലേക്ക് ഉയർന്നു വരും എന്നുള്ളതാണ് അതിൻ്റെ കാഴ്ചപ്പാട്. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KASC ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ TV വിനോദ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MP അനിൽകുമാർ, ദേശീയ റബ്ബർ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ PR മുഖം, KASC ഫിനാൻസ് ഓഫീസർ MS ലത എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ നൈപുണ്യ പരിശീലനം നൽകുന്ന ചെറുതും വലുതുമായ പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചാണ് ഉച്ചകോടി നടത്തിയത്. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കുട്ടനാട് താലൂക്ക് തല സമ്മേളനവും സെമിനാറും സംഘടിപ്പിച്ചു. കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. രാമങ്കരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ തിങ്കളാഴ്ച നടന്ന താലൂക്ക് തല സമ്മേളനവും സെമിനാറും കുട്ടനാട് MLA തോമസ് കെ തോമസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ നടത്തുന്നത്. അതിൻ്റെ ചെയർമാനാണ് പ്രിയങ്കരനായ രാമഭദ്രൻ. അതുപോലെ മറ്റുള്ള പ്രിയപ്പെട്ടവരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ സംഘങ്ങളാണ് കുട്ടനാട്ടിലുണ്ടെങ്കിലും ഇതിന് മുമ്പേ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് 36 സഹകരണ സംഘങ്ങളുണ്ടെന്നാണ്. അല്ലേ? 35 ഒരെണ്ണം കുറവാണ്. ആരോഗ്യമുള്ള സഹകരണ സംഘം ആലോചിച്ചു. ബാക്കിയെല്ലാം വളരെ ഈ ആഫ്രിക്കയിലെ പിള്ളേരെ ഇത് ബലമൊന്നുമില്ല, ഇങ്ങനെ നിന്ന് പോകുന്നതേ. സമ്മേളനത്തിൽ കുട്ടനാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PV രാമഭദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന സഹകരണ യൂണിയൻ പ്രതിനിധി AD കുഞ്ഞച്ചൻ മുഖ്യപ്രഭാഷണവും സഹകരണ വകുപ്പ് റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ J ഷാജി വിഷയാവതരണവും നടത്തി. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R രാജുമോൻ, വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാരായ ജോസഫ് ചേക്കോടൻ, KS അനിൽകുമാർ, ജോസ് കോയിപ്പള്ളി, VN വിശ്വംഭരൻ, കുട്ടനാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ DS ഷിജു എന്നിവർ സംസാരിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ കുട്ടനാട് താലൂക്ക് തല പ്രസംഗ പ്രബന്ധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ഇതോടൊപ്പം നടത്തി. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ സംഘടിപ്പിച്ച ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണ പരിപാടികൾ H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആന്റിബയോട്ടിക്കുകളുടെ ക്രമമല്ലാത്ത ഉപയോഗവും ഉപയോഗിച്ച ശേഷമുള്ളവ ഉപേക്ഷിക്കുക വഴി പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന പ്രതിരോധ ശേഷി വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ് വാരാചരണ പരിപാടികൾ. കേരളം പോലുള്ള സ്റ്റേറ്റ് എടുത്താൽ ഇപ്പോൾ മെഡിക്കൽ ബിസിനസ് ഏറ്റവും നന്നായി നടക്കുന്ന സ്റ്റേറ്റാണ് കേരളം. അതിൽ ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ ഒരളവ് നോക്കിയാൽ നന്നായി ഉയർന്നു നിൽക്കുന്ന സ്റ്റേറ്റാണ്. നന്നായി ഉയർന്നു നിൽക്കുന്നത് ഒരുപാട് രോഗികളിലായി നിറഞ്ഞ ഒരു നാടാണ് കേരളം എന്നുള്ളതല്ല. അല്ല, ഇതര സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രോഗികളുടെ എണ്ണം കൂടിയത് കൊണ്ടല്ല ഈ ബിസിനസ് കൂടുതലാക്കിയാണ് നടക്കുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് ആരോഗ്യകാര്യത്തിലൊരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന സൊസൈറ്റി ആണെന്നതുകൊണ്ടാണ്. നല്ല അറ്റൻഷൻ കൊടുക്കുന്ന സൊസൈറ്റിയാണ്. നമുക്കൊരു ചെറിയ രോഗം വന്നാൽ പോലും നമ്മൾ ഡോക്ടറെ കാണുകയും മരുന്ന് വാങ്ങുകയും അതിലൊരു 90% നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യപ്പെടുന്ന അത്രയും അളവിൽ മരുന്ന് കഴിക്കുകയും ചെയ്യും. പക്ഷെ മറ്റ് സ്റ്റേറ്റുകൾ അങ്ങനെയല്ല. പലപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്ന വളരെ കുറവായിരിക്കും. ഡോക്ടേഴ്സിനെ കണ്ട് മരുന്ന് വാങ്ങിയാൽ തന്നെ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കപ്പെടുന്ന പൂർണ്ണമായ കോഴ്സ് മരുന്ന് പലപ്പോഴും കഴിക്കാറില്ല. അപ്പം അതിൻ്റെ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴാണ് ഈ ബിസിനസിൻ്റെ ഒരു അളവ് നോക്കുമ്പോൾ കേരളം കുറച്ചിങ്ങനെ ഹൈപ്പിൽ നിൽക്കുന്നതിൻ്റെ കാരണം നമുക്ക് പറഞ്ഞു പോകാനാണ്.
ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിൻ്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ കൗൺസിലർ പ്രഭ ശശികുമാർ അധ്യക്ഷയായിരുന്നു. ADM ആശാശ്രീ എബ്രഹാം, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ചിന്ത, IMA സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ R മദനമോഹനൻ നായർ, സെക്രട്ടറി ഡോക്ടർ AP മുഹമ്മദ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് KS രാമൻ, ജില്ലാ മെൻഡർ ഉണ്ണി അഹമ്മദ്, നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ, AMR ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ശാന്തി സുരേഷ് എന്നിവർ സംസാരിച്ചു. ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധിയെന്ന് KPCC സെക്രട്ടറി മാന്നാർ അബ്ദുൽ ലത്തീഫ്. വ്യാവസായിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഭാരതത്തിന് കുതിച്ചുചാട്ടം നടത്താൻ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിലൂടെ കഴിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിന വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാന്നാർ അബ്ദുൽ ലത്തീഫ്. കോൺഗ്രസ് മാന്നാർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് ശ്രീരംഗം അധ്യക്ഷത വഹിച്ചു. തോമസ് ചാക്കോ, സണ്ണി കോവിലകം, K വേണുഗോപാൽ, D നാഗേഷ് കുമാർ, സുജ ജോഷ്വ, KB യശോധരൻ, മോഹൻ C നായർ, PB സലാം, മധു പുഴയോരം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും സർക്കാർ അവഗണിക്കുകയാണെന്ന് ആരോപിച്ചും റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ച് പ്രതിഷേധ സമരം നടത്തി. കുട്ടനാട്ടിൽ താലൂക്ക് കേന്ദ്രത്തിലേക്ക് പ്രകടനവും ധർണയും. കഴിഞ്ഞ 2 മാസത്തെ വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചും വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക, KTPDS ആക്ടിലെ വ്യാപാരിദ്രോഹ നടപടികൾ തിരുത്തുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, ഭക്ഷ്യയോഗ്യമായ ധാന്യങ്ങൾ മാത്രം റേഷൻ കടകളിലൂടെ വിതരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമായിരുന്നു സമരം. കുട്ടനാട്ടിലെ വ്യാപാരികൾ കടകളടച്ച് മങ്കൊമ്പ് ബ്ലോക്ക് ജംഗ്ഷനിൽ നിന്നും താലൂക്ക് കേന്ദ്രത്തിലേക്ക് പ്രകടനം നടത്തി. തുടർന്ന് ചേർന്ന ധർണ സംയുക്ത സമരസമിതി സംസ്ഥാന വൈസ് ചെയർമാൻ ജോസ് കാവനാട് ഉദ്ഘാടനം ചെയ്തു. 2013 ഭക്ഷ്യസുരക്ഷാ പദ്ധതി അനുസരിച്ച് റേഷൻ വ്യാപാരികൾക്ക് മിനിമം വേതനവും ഡോർ ഡെലിവറിയുമാണ്. അത് കൃത്യമായി കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. അത് കൊടുക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഒരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയിട്ട് അത് നടപ്പിലാക്കാൻ ധനകാര്യമന്ത്രി തയ്യാറാവുന്നില്ല. ആ ഉത്തരവിന്റെ കോപ്പി ഞങ്ങളുടെ കൈവശമുണ്ട്. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രതിഷേധം. വേലയെടുത്താൽ കൂലി തരണം. അതിന് തയ്യാറാകാൻ ഗവൺമെന്റ് തയ്യാറാവണം. നിരവധി പ്രശ്നങ്ങൾ റേഷൻ വ്യാപാരികളുടെ ഇടയിലുണ്ട്. NFSAയിൽ നിന്നുള്ള വിതരണം കൃത്യമായി വിതരണം നടത്താൻ സാധിക്കുന്നില്ല. വാതിൽപ്പടി വിതരണക്കാര് അവർക്ക് പണം കിട്ടുന്നില്ല എന്ന കാരണം പറഞ്ഞ് അവർ റേഷൻ കടകളിൽ സാധനം എത്തിക്കുന്നില്ല. റേഷൻ കടകളിൽ സാധനം എത്തിക്കാതെ വന്നാൽ കാർഡുടമകൾ റേഷൻ കടകളിൽ വന്ന് റേഷൻ വ്യാപാരികളെ പുലഭ്യം പറയുന്ന സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. യോഗത്തിൽ താലൂക്ക് ചെയർമാൻ M വിശ്വനാഥപിള്ള അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ രാജേന്ദ്രകുമാർ, ജോർജ് തോമസ്, തോമസ് മാത്യു, NK വേണുഗോപാൽ, ഷാജി ജോസഫ്, രാജു കട്ടത്ര എന്നിവർ നേതൃത്വം നൽകി. വൃശ്ചിക വേലിയേറ്റത്തിൽ കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾ മടവീഴ്ച ഭീഷണി നേരിടുകയാണെന്നും വിഷയത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CB രാജീവ്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഭൂരിഭാഗം ഷട്ടറുകളും ക്രമീകരിച്ച് കർഷകരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വേലിയേറ്റത്തെ തുടർന്ന് കൂടുതൽ പാടശേഖരങ്ങളിൽ മടവീഴ്ച ഉണ്ടാകുമെന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് CB രാജീവ് പറഞ്ഞു. വിതച്ചതും കൊയ്യാറായതുമായ പാടശേഖരങ്ങളുണ്ട്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഭൂരിഭാഗം ഷട്ടറുകളും ക്രമീകരിക്കാൻ ജില്ലാ കളക്ടർ അടിയന്തര നിർദ്ദേശം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കിടങ്ങറയിൽ KCV ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു CB രാജീവ്. ഓരോ ദിവസവും വേലിയേറ്റ സമയത്തെ വാട്ടർ ലെവൽ കഴിഞ്ഞ ദിവസത്തിനേക്കാൾ ഉയർന്നുയർന്നു വരുന്നത് കർഷകരിൽ ഭീതിയും ആദിയും വളർത്തിയിരിക്കുകയാണ്. പല ചെറിയ പാടശേഖരങ്ങളും മടവീണ് വിത കഴിഞ്ഞ പല പാടശേഖരങ്ങളും ബണ്ട് കവിഞ്ഞ് വെള്ളം കയറുമെന്നുള്ള ഭീതിയിൽ മോട്ടോർ ഓടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെട്ട് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറുകൾ കഴിയുന്നിടത്തോളം പൂർണ്ണമായും വേലി ഇറക്ക സമയത്ത് തുറന്നു വയ്ക്കുകയും
വേലിയേറ്റം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് അത് പൂർണ്ണമായും അടയ്ക്കുകയും ചെയ്യണമെന്നുള്ളത് കുട്ടനാട്ടിലെ കർഷകരുടെ ഒരു അത്യാവശ്യമായ കാര്യമാണ്. മുൻകാലങ്ങളിൽ മട വീണതിൻ്റെ പണം ഇതുവരെ ലഭിക്കാത്ത പാടശേഖരങ്ങളാണ് കുട്ടനാട്ടിൽ കൂടുതലുമുള്ളത്. പാടശേഖരങ്ങളുടെ ബണ്ട് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കാതെ വർഷങ്ങളായിരിക്കുകയാണ്. സ്വാഭാവികമായും ഓരോ കൃഷി കഴിയുന്തോറും പാടശേഖരങ്ങളുടെ ബണ്ട് കൂടുതൽ ദുർബലപ്പെട്ടു വരും. ഇനിയെങ്കിലും കർഷകരോട് കാണിക്കുന്ന ഈ അനാസ്ഥ, ഈ അവഗണന അവസാനിപ്പിച്ച് പാടശേഖരങ്ങളുടെ ബണ്ടും മോട്ടോർ ഷെഡുകളും ഒക്കെ ബലപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കവിയും അധ്യാപകനും പ്രഭാഷകനുമായിരുന്ന പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസന്റെ 13ാമത് ചരമവാർഷിക അനുസ്മരണ പരിപാടികൾ നവംബർ 21 നടത്തും. ഏറ്റുമാനൂർ സോമദാസൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി പെരുന്ന മലയാള വിദ്യാപീഠത്തിലാണ് ചടങ്ങുകൾ. പുഷ്പാർച്ചന, കാവ്യാഞ്ജലി, അനുസ്മരണ സമ്മേളനം, പുരസ്കാര സമർപ്പണം എന്നിവയാണ് പ്രധാന പരിപാടികളെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ ട്രസ്റ്റ് ഭാരവാഹികളാണ്. നിങ്ങൾക്ക് അറിവുള്ളതാണത്. എല്ലാ വർഷവും മെയ് മാസവും നവംബർ മാസവും പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ സാറിൻ്റെ ജന്മദിനത്തോടും ചരമദിനത്തോടും ബന്ധപ്പെട്ട് ഞങ്ങൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ മുടങ്ങാതെ നടത്തി വരുന്ന ചില അനുസ്മരണ സമ്മേളനങ്ങളും സ്മാരക പ്രഭാഷണങ്ങളും അതോടൊപ്പം തന്നെ സോമദാസൻ സാറിൻ്റെ പേരിലുള്ള സാഹിത്യ അവാർഡ് സമർപ്പണവും ഒക്കെ 13ാമത് ചരമ വാർഷിക ദിനമാണ്. പതിവ് പോലെ രാവിലെ അനുസ്മരണ സമ്മേളനം, അതേ തുടർന്ന് പാലാ കൈരളി ശ്ലോകരംഗം അവതരിപ്പിക്കുന്ന കാവ്യാഞ്ജലി, അത് എല്ലാ വർഷവും നമ്മൾ നടത്തിപ്പോരുന്ന ഒരു കാര്യമാണ്. 21 രാവിലെ 10 ഡോക്ടർ AG ഒലീനയുടെ അധ്യക്ഷതയിലാണ് അനുസ്മരണ സമ്മേളനം. MG കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ സുധീർ കിടങ്ങൂർ, യൂണിവേഴ്സിറ്റി കോളേജ് മലയാളം വിഭാഗം ഡോക്ടർ അജയൻ പനയറ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തും. ഉച്ചയ്ക്ക് 12 പ്രശസ്ത കവി പ്രഭാപർമ്മയുടെ അധ്യക്ഷതയിലാണ് പുരസ്കാര സമർപ്പണ സമ്മേളനം. സമ്മേളനം റിട്ടയർഡ് IAS ഓഫീസർ KV മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്യും. കവി ഏഴാച്ചേരി രാമചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങും. ഏറ്റുമാനൂർ സോമദാസൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ ജെയിംസ് മണിമല, പ്രൊഫസർ T ഗീത, NS സുമേഷ് കൃഷ്ണൻ, ഡോക്ടർ സുധാകരക്കുറുപ്പ്, ഡോക്ടർ ജയലക്ഷ്മി, പ്രൊഫസർ CP പിള്ള, R രാജീവൻ, ഡോക്ടർ അനില G നായർ എന്നിവർ സംസാരിക്കും. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിലെ മലയാളം വിഭാഗം മേധാവി കൂടിയായിരുന്നു പ്രൊഫസർ ഏറ്റുമാനൂർ സോമദാസൻ. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജെയിംസ് മണിമല, ഡോക്ടർ S പ്രതിഭ, T ഇന്ദിര, സിയാദ് എന്നിവർ പങ്കെടുത്തു. ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമാണെന്ന് തന്ത്രി കണ്ഠരര് രാജീവര്. സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണമെന്നും അത് ഭക്തരുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. 18 മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല. അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും പ്രകൃതിയെയും ജീവജാലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കുമെന്നും തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു. ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. നമ്മളിപ്പോൾ കൂടുതൽ സമയം നട തുറക്കുന്നുണ്ട്. നട തുറക്കുന്ന സമയം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അത് കാരണം ഈ വരുന്ന ഭക്തജനങ്ങളൊക്കെ നല്ല രീതിയിലൊരു ദർശനം നടത്തി പോകാൻ സാധിക്കുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടാതെ തന്നെ, അധികം ക്യൂ ഒന്നുമില്ലാതെ തന്നെ നല്ല സുഖകരമായ ഒരു ദർശനം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇപ്പം വരുന്നവരൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കേരള ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ എല്ലാവിധത്തിലും സഹകരിച്ചിട്ടുണ്ട്. മന്ത്രി ഒരു ദിവസം ഇവിടെ ഹാൾട്ട് ചെയ്ത് തന്നെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് വിലയിരുത്തി പോയതാണ്. ദേവസ്വം ബോർഡ് അനുകൂലമായ ഒരുപാട് ക്രമീകരണം ചെയ്തു. ഇദ്ദേഹം ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ഒരു 10-15 ദിവസമായിട്ട് ഇവിടെ തന്നെ നിന്ന് താമസിച്ച് എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം കൊടുക്കുകയാണ്. അവിടുത്തെ നിലയ്ക്കലും പമ്പയിലുള്ള ജർമ്മൻ ബന്ധലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശാനുസരണം നടപ്പിലാക്കിയതാണ്. അതൊക്കെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ്. കുടിവെള്ളം എല്ലായിടത്തും വിതരണം ചെയ്യാനുള്ള സംവിധാനം ചെയ്ത അദ്ദേഹം നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോർഡിനേഷനായിട്ട് ഇപ്പം മുന്നോട്ട് പോവുകയാണ്. അത് കാരണം ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും. നട തുറന്നിരിക്കുന്ന സമയം കൂട്ടിയതിനാൽ ഭക്തർക്ക് നല്ല രീതിയിൽ ദർശനം നടത്താൻ സഹായകമായതായി തന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് ഉണ്ടായത്.
മന്ത്രി വി എൻ വാസവൻ ഒരു ദിവസം സന്നിധാനത്ത് തങ്ങിയാണ് കാര്യങ്ങൾ വിലയിരുത്തി മടങ്ങിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സന്നിധാനത്ത് ദിവസങ്ങളായി തന്നെ തങ്ങി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. നിലയ്ക്കലിലെയും പമ്പയിലെയും ജർമ്മൻ പന്തലുകളും കുടിവെള്ള വിതരണവുമെല്ലാം ഭക്തരെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്ങനാശ്ശേരി ഫാത്തിമാപുരം പള്ളിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വരും തലമുറയ്ക്ക് ശോഭനമായ ഭാവി സമ്മാനിക്കുവാൻ മാതാപിതാക്കൾക്ക് കടമയുണ്ടെന്നും പ്രായത്തിൻ്റെ പ്രത്യേകതകളെ ക്രിയാത്മകമായും ആധ്യാത്മികമായും രൂപപ്പെടുത്തുവാൻ കരുതലും സ്നേഹവുമുള്ള മാതാപിതാക്കൾക്ക് സാധിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പറഞ്ഞു. യോഗത്തിൽ വികാരി ഫാദർ സേവ്യർ ജെ പുത്തൻകളം അധ്യക്ഷനായിരുന്നു. ജേക്കബ് ജോബ് IPS, കൈക്കാരൻ ജോൺസൺ പ്ലാന്തോട്ടം, ജനറൽ കൺവീനർ ലാലി ഇളപ്പങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സിസി അമ്പാട്ട്, ലാലു പാലത്തിങ്കൽ, ജെൻസി അമ്പാട്ട്, ജോസ് കടന്തോട്ട്, ബാബു അമ്പാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ ഒരു വർഷമായി മാതാപിതാക്കൾ, യുവജനങ്ങൾ, വയോജനങ്ങൾ, കുട്ടികൾ, വിധവകൾ, വിഭാര്യർ എന്നിവർക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു. സമാപന സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ സേവനം ചെയ്തവരെ ആദരിച്ചു. മാന്നാർ പഞ്ചായത്ത് 17-ാം വാർഡ് കുട്ടിക്കലവറ ബാലസഭയുടെ 2ാം വാർഷികം ആഘോഷിച്ചു. വാർഡ് മെമ്പർ ശാന്തിനി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് ഗീത ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ADS സെക്രട്ടറി കവിത, CDS മെമ്പർ ശുഭ ഗോപാലകൃഷ്ണൻ, ബാലസഭാ സെക്രട്ടറി സഫ്ന എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. അമ്പലപ്പുഴ കരൂരിൽ യുവതിയെ കൊന്ന് കുഴിച്ചുമൂടി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി വിജയലക്ഷ്മിയാണ് കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ ഇവരുടെ ആൺ സുഹൃത്ത് കരൂർ സ്വദേശി ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിജയലക്ഷ്മിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. ഈ മാസം 13-ന് ഇവരെ കാണാനില്ലെന്ന് പോലീസിന് പരാതി ലഭിച്ചിരുന്നു. നവംബർ 6 മുതൽ കാണാനില്ലെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി. വിജയലക്ഷ്മിയുടെ ആൺ സുഹൃത്താണ് പിടിയിലായ അമ്പലപ്പുഴ കരൂർ സ്വദേശി ജയചന്ദ്രൻ. പ്രതിയുടെ വീടിനു സമീപത്തെ പറമ്പിൽ കുഴിച്ചുമൂടിയ നിലയിലായിരുന്നു മൃതദേഹം. അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവാഹമോചിതയായ വിജയലക്ഷ്മി കഴിഞ്ഞ 2 വർഷമായി ജയചന്ദ്രനുമായി അടുപ്പത്തിലായിരുന്നു. ഇതിനിടെ ഇവർക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. കൊലപാതക ശേഷം വിജയലക്ഷ്മിയുടെ ഫോൺ ജയചന്ദ്രൻ KSRTC ബസ്സിൽ ഉപേക്ഷിച്ചിരുന്നു. സ്വിച്ച് ഓഫ് ആയ നിലയിൽ ഫോൺ കണ്ടെത്തിയ ബസ് കണ്ടക്ടർ പോലീസിൽ ഇത് ഏൽപ്പിച്ചതോടെയാണ് പ്രതിയിലേക്കുള്ള വഴി തെളിഞ്ഞത്. ടവർ ലൊക്കേഷനും കോൾ ലിസ്റ്റുമെല്ലാം പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമാണ് പോലീസ് ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7040 രൂപ, പവന് 56,320 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.